ചുമ്മാ ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഒരുപാട് സ്പോട്ടുകൾ തപ്പി. പക്ഷെ ഒരു നല്ല ഒരു സ്പോട്ടൊന്നും എവിടെയും കണ്ടില്ല. പിന്നെ ഒരു ജസ്റ്റ് ഒരു പിന്നെ വെളിച്ചെല്ലാം കണ്ട സമയത്ത് നമ്മൾ പഴശ്ശിയുള്ള ഒരു സ്പോട്ടിലേക്കാണ് നമ്മൾ വന്നത്. അവിടെ ആദ്യം തന്നെ നമ്മൾ നൈസായിട്ട് ഒരു ചായ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചായ അടിപൊളിയാണ് കേട്ടോ. പഴംപൊരിയും കൽമാസേ കടികളായിട്ട് ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ കൽമാസ് പറഞ്ഞു കൽമാസ് മോശമില്ല, അത്യാവശ്യം ഒപ്പിക്കാം, ഒരു ആവറേജ് സാധനമാണ്. അവിടെ കൊത്തു പൊറോട്ടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ പാൽ പൊറോട്ട, പിന്നെ ചട്ടി പൊറോട്ട, അതുപോലെ തന്നെ നമ്മളെ പിടിയും കോഴിയും കുറേ അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. മസാല ദോശയും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. നമ്മളൊരു പാൽ പൊറോട്ട പറഞ്ഞു ഒരു ബൂതിക്ക് തിന്നണമല്ല. പാൽ പൊറോട്ടൻ്റെ ആ മേക്കിങ്ങും കാര്യങ്ങളിലും പിന്നെ നല്ല അടിപൊളി തീയെല്ലാം പാറ്റി പുള്ളി സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പക്ഷെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ എവിടെയോ എന്തോ ഒരു തകരാറ് പോലുണ്ട്. കാരണം ഓൾറെഡി ഗ്രേവി പിന്നെ കൂടുതലാണ് അതിൽ. കാരണം വെള്ളം പോലെയാണ് ഉള്ളത്. പാൽ പൊറോട്ടയ്ക്ക് അത്രയും വെള്ളം പോലെ ഉണ്ടാകുള്ളൂ എന്ന് എനിക്ക് സംശയമുണ്ട്. അതുപോലെ തന്നെ പാലൊക്കെ ഒഴിക്കുന്ന രീതിയിലൊക്കെ നല്ല വ്യത്യാസമുണ്ട്. പൊറോട്ടൻ്റെ അടിയിലാണ് സാധാരണ പാലിങ്ങനെ കാണില്ല. പക്ഷേ പൊറോട്ടൻ്റെ മുകളിൽ അവർ കറണ്ട് കൂടെയാണ് വെച്ചിട്ടുള്ളത്. എന്തായാലും സംഗതി ഉണ്ടാക്കിയിട്ട് ഈ പുള്ളി എടുത്ത് ഒരുവിധം തട്ടിക്കൂട്ടി ഒപ്പിച്ച സംഭവം നമ്മളെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. 220 ഈ ഒരു സാധനത്തിന് വരുന്നത് കേട്ടോ. ആ 220 വെർത്ത് ആ സാധനത്തിന് ഉണ്ടോ നമുക്ക് കഴിച്ചു നോക്കിയിട്ട് പറയാം എന്താ അവസ്ഥ കാര്യങ്ങളൊക്കെ. ഏതായാലും ഞാൻ എന്താക്കിയ സാധനം റെഡിയായിട്ട് കിട്ടി, കഴിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ എന്തായാലും ഒരു പിടുത്തം പിടിച്ച് നോക്കി. ഒരു കഷ്ണം ബീഫും അതുപോലെ തന്നെ ഒരു കഷ്ണം പൊറോട്ടയൊക്കെ എടുത്തിട്ട് നല്ല ചൂടുണ്ട് കേട്ടോ സാധനം. നല്ല അടിപൊളി ചൂടുണ്ടായിരുന്നു സാധനം എന്തായാലും. അപ്പോൾ എന്താ അവസ്ഥ നമുക്ക് നോക്കാം അതിൻ്റെ. സാധനം എടുത്ത് ഒന്ന് കഴിച്ചു നോക്കി. അപ്പോൾ ആദ്യം തന്നെ നാവിൽ വെച്ചാൽ തന്നെ നോർമലി ഒരു പൊറോട്ടയും ബീഫ് കറിൻ്റെ ആ ഒരു ഫീലിംഗ് ഉണ്ടായിട്ടുള്ളൂ. വേറെ അങ്ങനെ പ്രത്യേകിച്ചിട്ട് ഒരു പാൽ പൊറോട്ടൻ്റെ സംഭവം ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല സാധനത്തിന്. വൈഷ്ണവും ഒന്ന് കഴിച്ചു നോക്കി. നമുക്ക് ഇനി ഓൻ്റെ അഭിപ്രായം കേൾക്കാം എന്താണെന്നുള്ളത്. സാധനം ഓക്കെ ആണോന്ന് ചോദിച്ചാല് വലിയൊരു ഫ്ലേവർ പറയാനല്ല, പ്രൈസിന്റെ ഒരു ക്വാളിറ്റി ഒന്നുമില്ല. ഒരു നോർമൽ ബീഫ് പൊറോട്ട അത് മാത്രമേ ഉള്ളൂ. ഉച്ച സമയത്തേക്ക് ഇവർ തന്നെ സ്പെഷ്യലായിട്ടുള്ള പൊതിച്ചോറും ചട്ടിച്ചോറും കാര്യങ്ങളും പുറകിലെ കാണുന്ന കടയിൽ നമ്മൾ ചായ കുടിച്ചിട്ട് ചായയും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. ചെറുതായിട്ട് സാധനം പാളിപ്പോയിട്ടുണ്ട്. പാളിപ്പോയി പറയാൻ പറ്റില്ല, ആവറേജ് ആണ് സാധനം. നേരെ കാണുന്ന നിലാവ്, അതായത് ഇത് ഈവനിങ് ആകുമ്പോൾ നിലാവും ഉച്ചയാകുമ്പോൾ അന്നപൂർണ്ണ കേട്ടോ ഈ ഒരു സ്പോട്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഫീഡ്ബാക്ക് അറിയിക്കാം. അപ്പോൾ നമ്മുടെ സ്പോട്ട് വരുന്നത് നമ്മളെ മട്ടന്നൂരിന്ന് കൂത്തുറമ്പിലേക്ക് പോകുമ്പോൾ ആ റൈറ്റ് സൈഡ് കാണാൻ പറ്റും നിലാവ് അന്നപൂർണ്ണ എന്നിട്ട് ബോർഡായിട്ടുള്ള നെല്ലൂന്നി കഴിഞ്ഞ എന്നാൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കണ്ടെങ്കിൽ അപ്പോൾ നിങ്ങളാണ് നമ്മളെ കൂടെ ഉള്ളത്.